ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചെമ്പനീർപ്പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ആദി ചന്ദ്രയുടെയൊക്കെ വീട്ടിലായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് ആദി നമ്മുടെ ശ്രുതിയുടെ മകനാണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞത് സച്ചിയും അതുപോലെ തന്നെ രേവതിയും ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദിനെ കാണുമ്പോൾ കലി ഇളകാണ് കേട്ടോ ചന്ദ്രയ്ക്ക്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഈ നാശത്തിന് എവിടെയെങ്കിലും കൊണ്ട് കള വല്ല എന്തോരം ആശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇവൻ അനാഥനാണെങ്കിൽ അവിടെ എങ്ങാനും കൊണ്ട് തള്ളണ്ടേ, ഇങ്ങോട്ടേക്ക് കെട്ടിയോ എന്തെങ്കിലും കൊണ്ട് വന്നോളും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിൽ ഇതൊരു കൊച്ചു കുട്ടിയല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കത്തില്ലേ, ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയോട് പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇത് ഇവിടെയുള്ള ആരുടെയും മൗനൊന്നും അല്ലല്ലോ, വല്ലവൻ്റെയും കൊച്ചല്ലേ അന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് വരേണ്ട കാര്യമുണ്ടോ, അതെ ഈ ഇരിക്കുന്ന ഇവളുടെ ഭർത്താവേ എനിക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്തു തന്നു പറഞ്ഞിട്ട് അവൻ കാണിക്കുന്ന എല്ലാ തോന്നിവാസവും അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് സച്ചിയെക്കുറിച്ച് പറയുന്നതാണേ. കുട്ടിച്ചാത്തൻ്റെ നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യനെ ഓരോന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ദയനീയമായിട്ട് തന്നെ നമ്മുടെ ശ്രുതിയെ നോക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഒന്നും പറയാനാവുന്നില്ല കേട്ടോ, ആകെ വിഷമിച്ച് സങ്കടം ഉള്ളിൽ ഒതുക്കി അങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ കാശൊന്നും ഇല്ലാന്നും ഒക്കെ ശ്രുതിയുടെ അച്ഛനും അമ്മയും വിദേശത്തല്ലാന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ചന്ദ്ര അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയായിട്ട് ഒന്ന് തെറ്റി നിൽക്കുമായിരിക്കും കേട്ടോ. അതായത് ശ്രുതിയെ അംഗീകരിക്കാനാവാതെ ആ ഒരു രേവതിയുടെ അതേ തട്ടിൽ തന്നെ ശ്രുതിയും കാണുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും കേട്ടോ ആ കഥ ആ സമയത്ത് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വർഷ പറയാണ് ശ്രുതിയോട്, അതായത് ചന്ദ്ര ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. ഈ സമയത്ത് വർഷ രേവതിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി അമ്മേനെ എത്രയൊക്കെ ശ്രമിച്ചാലും മാറ്റാൻ കഴിയില്ല, അമ്മ ഇങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്, അവർക്ക് മറ്റുള്ള മനുഷ്യരുടെ മനസ്സ് കാണാൻ കഴിയില്ല, ഒരു കുട്ടിയാണെന്ന് പോലും നോക്കാതല്ല ഇത്ര നേരം അവരിങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നതാണോ, ഒന്നുമില്ല ഒരു കുഞ്ഞല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പാവമുണ്ട് സാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ശ്രുതിയോട് പറയാണ്, ഏട്ടത്തിയുടെ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ ഏട്ടത്തി ഒരു ഇച്ചിരി വല്ല പാർട്ടിക്കാരെയൊക്കെ പോയി കണ്ട് കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ നോക്ക്, അല്ലാതെ ഈ 10 ലക്ഷം രൂപയൊക്കെ ഏട്ടത്തി എവിടെ നിന്ന് ഒപ്പിക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ നൽകിയിട്ട് പോകാൻ കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു പയ്യനും കുട്ടിയും കൂടെ പഠിക്കാൻ വരണൊക്കെ ഉണ്ട്. അങ്ങനെ അവരവിടെ വെച്ച് അടുപ്പത്തിലാവുകയും അങ്ങനെ ആ കുട്ടി പ്രഗ്നൻ്റ് ആകുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതേ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാരെ ചന്ദ്രയുടെ നോട്ടക്കുറവാണെന്നും ചന്ദ്രയുടെ ആ ഒരു ഡാൻസ് ക്ലാസ്സിൽ വന്നതുകൊണ്ടാണ് തൻ്റെ മകൾ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പൻസേഷനായിട്ട് 10 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ ഇത് കേസാക്കും, ഞാൻ നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളുടെ ഡാൻസ് കോളേജൊക്കെ ഞാൻ പൂട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അത് ശ്രുതിയുടെ തലയിലേക്ക് വെക്കുകയാണെ. അതായത് ശ്രുതിയോട് പറയാണ്, ആ പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപ കൊടുത്ത് നീയാണ് അത് സെറ്റിൽ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം, ഈ പഠിക്ക് ഞാൻ നിന്നെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിനാണ് നമ്മുടെ വർഷ പറയുന്നത്, ഒരു പാർട്ടിക്കാരെ എല്ലാം പോയി കണ്ടിട്ട് എങ്ങനെയും ഇതൊക്കെ ഒതുക്കി തീർക്കാൻ പറയുന്നത്. അങ്ങനെ ശ്രുതി ഇരുന്ന് ആലോചിക്കാൻ കേട്ടോ. ശരിയാണ് വർഷ പറഞ്ഞത്, ഇത് ആരെയെല്ലാം ഒക്കെ കൊണ്ടുവന്ന് ഒതുക്കി തീർത്തില്ലെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ, 50,000 രൂപ പോലും എടുക്കാനില്ലാത്ത എന്നോടൊരു 10 ലക്ഷം രൂപ ചോദിച്ച് ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് ഭാമയോട് നമ്മുടെ ചന്ദ്രമതി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ ബ്യൂട്ടി പാർലറുകാരിയോട് പറഞ്ഞിട്ടുണ്ട് പണം കൊടുത്തേക്കണമെന്ന്, ഇല്ലെങ്കിൽ ഞാൻ അവളെ വിവരം അറിയിക്കും, കണ്ടോ അവൾ കൊടുത്തോളും, എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി, ഇപ്പോഴെനിക്കൊരു സമാധാനമായി എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അറ്റ കൈക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആൻ്റണീനെ വിളിക്കുകയാണേ. ആൻ്റണി വിളിക്കുമ്പോഴത്തേനും ആൻ്റണി പറയുന്നുണ്ട്, ആഹാ എന്താ ശ്രുതി മോളെ എന്നെ വിളിക്കത്തില്ല എന്നും ഇനി മുതൽ യാതൊരുവിധ ബന്ധവും ഇല്ലാന്നും ഇനി ഒരു കാര്യത്തിനും എന്നെ വിളിക്കില്ല എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പിളക്കിയിട്ട് പോയിട്ട് ഇപ്പം എന്തിനാ എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻ്റണിയോട് പറയുന്നുണ്ട്, ഒരു കാര്യം ആവശ്യം വന്നാൽ നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോ, അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, അതെൻ്റെ സങ്കടം കൊണ്ടാണോ അന്നത്തെ ദേഷ്യം കൊണ്ടാണെന്ന് കൂട്ടിക്കോ, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എനിക്ക് നിന്നെക്കുറിച്ചൊരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറയാനായിട്ട്, പോട്ടെ ഇപ്പം എന്താ ആവശ്യം അതാദ്യം പറ എന്ന് പറയുമ്പോഴാണ് പറയുന്നത്, അത് പിന്നെ എൻ്റെ അമ്മായിമ്മയില്ലേ അവരുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു പയ്യനും പെണ്ണും കൂടെ പഠിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ തമ്മിൽ എന്തോ അടുപ്പത്തിലാവുകയും അതുപോലെ തന്നെ ആ കുട്ടി പ്രഗ്നൻ്റ് ആകുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ ആകെ സീന, ആകെ അവരിപ്പം 10 ലക്ഷം രൂപ കോമ്പൻസേഷനൊക്കെ ചോദിക്കാന്ന്, അതിപ്പോൾ എൻ്റെ അമ്മായിമ്മയാണ് എൻ്റെ തലയിലോട്ട് വെച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ആൻ്റണി ചോദിക്കുന്നുണ്ട്, അത് ചേച്ചി എന്തിനാ അത് ഏൽക്കാൻ പോയത്, അല്ലേ തന്നെ ആ ചേച്ചിയുടെ അമ്മായിമ്മ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതിന് അതിപ്പോൾ ചേച്ചി ഏൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് പിന്നെ ഇപ്പം ഇതെൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ കൂടെ, അത് മാത്രമല്ല അവർക്കിപ്പോൾ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതുകൊണ്ട് തന്നെ ഇപ്പം അവർ എൻ്റെ മേലിൽ ഈ 10 ലക്ഷം രൂപ ഇട്ടേക്കുമല്ലേ, അവരെ എങ്ങനെങ്കിലും സോപ്പിട്ട് പിടിച്ചു നിർത്തണമെങ്കിൽ ഈ 10 ലക്ഷം രൂപ ഞാൻ എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ അവർ എന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും, പിന്നെ എനിക്കൊരു പോകണം പോലില്ല, നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട്
എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്നൊക്കെ പറയാൻ കേട്ടോ. നിനക്ക് വേണ്ടി എന്തൊക്കെ ഉപകാരങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ആ സച്ചിയുടെ കാറിൻ്റെ കീയും അങ്ങനെ എന്തൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരാവശ്യം വരുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ ആൻ്റണി പറയാം, ഞാൻ ചെയ്യുന്ന തൊഴിലിന് ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ നമ്മൾ തമ്മിലൊരു ബന്ധം വെച്ചിട്ട് എന്തായാലും എനിക്ക് ഇയാൾ പറഞ്ഞ പോലെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ പേരിൽ മാത്രം ഞാൻ ഈ കേസ് ഏറ്റെടുക്കുക. എന്തായാലും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഞാൻ അവരെ ഒന്ന് വേരട്ടിയാക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. വേറിട്ടുമോ നീ എന്താണെന്ന് വെച്ചാൽ അവരെ ഒന്ന് പേടിപ്പിക്കണം, എങ്ങനെയെങ്കിലും അവർ കോമ്പൻസേഷൻ വേണ്ടാന്ന് പറയണം, ആ ഒരു തരത്തിലേക്ക് നീ കാര്യത്തിലെത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല ഇതൊന്നും എന്നൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റുന്നേ, രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാണേലും കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം, നീ അഡ്രസ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആൻ്റണിക്ക് അഡ്രസ്സൊക്കെ കൈമാറാൻ കേട്ടോ വർഷ. ശേഷം ആൻ്റണി പറഞ്ഞിട്ട്, അല്ല എനിക്കെന്താ പ്രത്യുപകാരമായിട്ട് കിട്ടുന്നത്, അത് പിന്നെ എൻ്റെ കയ്യിൽ പണമായിട്ടൊന്നും നിനക്ക് തരാനില്ലെന്ന് നിനക്ക് അറിയാലോ, പിന്നെ നീ എന്നോട് ഇത് ചോദിക്കണോ? പണമായിട്ട് വേണ്ട, പക്ഷേ എൻ്റെ ഓഫീസിലേക്ക് കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ട്, TV, AC, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള കുറച്ച് സാധനം, അതെ നിൻ്റെ കടയിൽ നിങ്ങൾ കൊണ്ടു തന്നാൽ മതി എന്ന് പറയുമ്പോൾ, അതിനൊക്കെ എത്രമാത്രം വിലയാവുന്നതാ, അതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുതരാനാ? ആഹാ, അപ്പോൾ പിന്നെ 10 ലക്ഷം രൂപ മുടക്കുന്നതാണോ അതോ ഇതാണോ വലുത്? നീ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. ശരി ഞാൻ തന്നേക്കാം എന്ന് പറയാൻ കേട്ടോ. ശേഷം ശ്രുതി ആണെങ്കിൽ ശ്രുതിയുടെ അടുക്കിലേക്ക് പോകുകയാണ് കടയിലോട്ടെ. അല്ല നീ എന്താ പാർലറിൽ പോയില്ലേ? ഇന്ന് നേരത്തെ വന്നത്? അത് പിന്നെ ഇന്ന് ഞാൻ പാർലറിൽ പോയില്ല, കുറച്ച് ഒരാളെ കാണാനുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. ആരെ കാണാൻ? അത് പിന്നെ ഒരു പാർട്ടി നേതാവിനോ? ഏത് നേതാവ്? അത് ശ്രുതിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. അല്ല ഇപ്പം എന്തിനാ അയാളെ കാണാൻ പോയത്? അത് പിന്നെ അമ്മയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞില്ലേ, നമ്മളെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? അതുകൊണ്ട് പുള്ളിക്കാരനെ കണ്ടിട്ട് മറ്റവരെ ഒന്ന് വിരട്ടിയിട്ടാണെങ്കിലും അതൊന്ന് പറഞ്ഞു ഒതുക്കാൻ പറഞ്ഞു, അപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അതേതായാലും കൊള്ളാലോ. അതുകൊണ്ട് 10 ലക്ഷം രൂപ നമുക്ക് കൊടുക്കണ്ട അല്ലേ എന്ന് പറയുമ്പോൾ, 10 ലക്ഷം രൂപ കൊടുക്കണ്ട, പക്ഷേ ആ പാർട്ടിക്കാരൻ നമ്മളോട് അത് സഹായത പ്രത്യുപകരമായിട്ട് ചോദിച്ചത് ഒരു AC-യും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജും ഒക്കെയാണ്. AC-യും ഫ്രിഡ്ജോ? നീ എന്തായി പറഞ്ഞു? അതിനൊക്കെ എത്രമാത്രം രൂപയാകുമെന്ന് നീ കരുതുന്നത്? അത്രയും രൂപയുടെ സാധനങ്ങളൊക്കെ ചുമ്മാ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതുമല്ല നമ്മുടെ കടയിലാണെങ്കിൽ കച്ചവടം എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് പറഞ്ഞാൽ പറ്റുമോ? പഴയ സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ട് എടുത്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും, അത് നമ്മൾ എവിടെ നിന്ന് കൊടുക്കാനാ? ശ്രുതി പ്ലീസ് നീ ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട്, നീ പറയുന്ന പോലെ ചെയ്താൽ ആകെപ്പാടെ ഒന്നാമത് നഷ്ടത്തില്ല, ഇനിയിപ്പോൾ എല്ലാം കൂടെ പൂട്ടിക്കെട്ടേണ്ടി വരും, എല്ലാം ചുമ്മാതെയും കൂടെ കൊടുത്താൽ. എൻ്റെ ശ്രുതി നീ പറയുന്നൊന്ന് കേക്ക്, കുറച്ച് പഴയതാക്കി ആണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും നമ്മൾ സാധനങ്ങൾ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തെങ്കിലും ചെയ്യാം, ഇപ്പോൾ ചെയ്തല്ലേ പറ്റുള്ളൂ, എല്ലാം ഇപ്പം നമ്മുടെ തലയ്ക്കല്ലേ വരുന്നത്, നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഈ സമയത്താണ് ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, അതെ സാറേ നമ്മുടെ കടയിൽ ഇപ്പോൾ കച്ചവടമൊക്കെ കുറവാന്നല്ലേ സാർ പറഞ്ഞത്, അപ്പോൾ ഞാനൊരു ഐഡിയ പറയാം, അത് പ്രകാരം ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ഷോപ്പൊന്ന് പുരോഗമിച്ചേക്കാം, നമുക്ക് കച്ചവടമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയേക്കാം. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഈ കടയുടെ മുതലാളിയായ എനിക്ക് നീ തൊഴിലാളിയായ നിൻ്റെ അഡ്വൈസ് വേണം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ഇക്കാര്യത്തിൽ തൊഴിലാളി മുതലാളി എന്നൊന്നും പറയണ്ട, ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ പറയുമ്പോൾ അത് വർക്കൗട്ട് ആകുമെന്ന് നോക്കിയാൽ പോരെ, എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും അയാൾ പറയുന്നത് ഒരു ചിട്ടി തുടങ്ങുക, അതായത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നമ്മളൊരു ചിട്ടി ആരംഭിക്കുക. അങ്ങനെ ആ ചിട്ടിയിൽ കുറി വീഴുന്ന ആരാണോ അവർക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനമാണോ അത് പർച്ചേസ് ചെയ്യാം. ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ്, TV ആണ് TV, അങ്ങനെ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല കച്ചവടവും നടക്കും, നമുക്ക് മറിക്കാൻ കാശുമാവും, എല്ലാ കാശും നമുക്ക് മുൻപേറി കിട്ടുകയും ചെയ്യും, കടമൊന്നും പോവുകയില്ല. അങ്ങനെ ഒരു ഐഡിയ, ഇത് എൻ്റെ നാട്ടിൽ വർക്കൗട്ടായ ഐഡിയയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ഷോപ്പായിരുന്നു, അവരിങ്ങനെ ഒരു ചിട്ടി ഇതൊക്കെ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ അവരുടെ എത്ര ബ്രാഞ്ചുകൾ ഏതൊക്കെ ജില്ലകളിൽ തുടങ്ങിയെന്നറിയാം. അതുപോലെ വമ്പിച്ച് വിജയം തന്നെ ഉണ്ടാക്കാൻ നമുക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതിയും പറഞ്ഞിട്ട്, ഇത് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നല്ലോ, നമുക്കിതൊന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് നോക്കിയാലോ? എങ്കിലും നമുക്ക് നോക്കാം, പക്ഷെ അതിനൊരു കാര്യമുണ്ട്, നമ്മൾ അതിന് അത്യാവശ്യമായിട്ട് നമുക്കതിന് കുറച്ച് പരസ്യങ്ങൾ കൊടുക്കണം, ബാനർ അടിക്കണം, അതുപോലെ കുറേ പരിപാടികളുണ്ട്. വീടാനന്തരം കയറി അതിൻ്റെ പരസ്യങ്ങൾ കൊടുക്കണം, പിന്നെ ഓൺലൈൻ മീഡിയാസിൽ കൊടുക്കണം, അങ്ങനെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയണം, അങ്ങനെ ആളുകൾ കൂടണം, എന്നാലും ഇതുകൊണ്ട് കാര്യമുള്ളൂ. അതൊക്കെ എന്തെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, എങ്കിൽ ഈ കാര്യം നമുക്ക് വർക്കൗട്ട് ചെയ്യിക്കാം അല്ലേ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതിയും പറഞ്ഞത്, അതെ എനിക്ക് ഏതായാലും ഇത് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നു, നമുക്കൊന്ന് നോക്കിയേക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിങ് ഒക്കെ തുടങ്ങാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു
പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ പ്രഗ്നൻ്റായ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് വീട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ മകള് നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ, അതായത് ഡാൻസ് ക്ലാസ്സിലേക്ക് പറഞ്ഞ കുട്ടികളെ പൂർണ്ണ സംരക്ഷണത്തെ ഏറ്റെടുക്കാൻ എൻ്റെ അമ്മയ്ക്കൊന്നും കഴിയില്ല എന്നൊക്കെ പറയാനുണ്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് എന്തായാലും കോമ്പൻസേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ പോലീസിന് കേസ് കൊടുക്കും എന്നൊക്കെ പറയണേ. എങ്കിലും നിങ്ങൾ കേസ് കൊടുത്താൽ എന്താ വിധി വരുന്നത് നമുക്കൊന്ന് കാണാം. നിങ്ങളുടെ പെൺകുട്ടി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം, അതിനിപ്പോൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ സച്ചി അവരോട് പറയുമ്പോൾ അവർ ആകെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. ശേഷമായിരിക്കും സച്ചി അവിടുന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ചൂടായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും ആൻ്റണി അവിടേക്ക് പോകുന്നത്. അങ്ങനെ ആൻ്റണി ചെന്ന് ലൊക്കേഷനൊക്കെ അയച്ചു തരാൻ പറഞ്ഞാൽ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ആൻ്റണി ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇത് കൂടെയുള്ളവരോട് പറയുന്നുണ്ട്, അപ്പോൾ കട്ടയും അതുപോലെ തന്നെ കുറേ കമ്പും വടിയൊക്കെ ഉണ്ട് കേട്ടോ, അവരെ ഒന്ന് പേടിപ്പിക്കാനൊക്കെയാണല്ലോ ആൻ്റണി പോയത്. അപ്പോൾ ആൻ്റണി ആണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട്, സച്ചി ഇറങ്ങിയ സമയം എന്തായാലും സച്ചി പറഞ്ഞിട്ട് ആ തല്ലിയെന്ന് വന്ന് പറഞ്ഞ് നമുക്ക് ഇവർക്കിട്ട് നല്ല പൊട്ടിയിട്ട് കൊടുക്കാം, അങ്ങനെ ഒരു പടിക്ക് 2 പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോടും പറഞ്ഞിട്ട് നേരെ അവരെ ചെന്ന് അടിക്കാനുണ്ട്. നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്, എന്തിനാ നിങ്ങളിവിടെ പറഞ്ഞേ, നിങ്ങൾ ആര് പറഞ്ഞു വിട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻ്റണി സംഘം അവരെ ഉപദ്രവിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ പോലീസിൽ കേസ് കൊടുക്കാനിട്ടോ. ശേഷം കാണിക്കുന്നത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും സച്ചി വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, സച്ചി പോയ കാര്യം എന്താ, നീ അവരോട് പറഞ്ഞോ? അപ്പോൾ അവരെന്ത് പറഞ്ഞു എന്നൊക്കെ പറയാം. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നമ്മൾ കുറേ പ്രാവശ്യം നമ്മളെ കൊണ്ട് പൈസ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേണമെങ്കിൽ അവർ അതൊന്ന് ഒതുങ്ങും. ഇപ്പം നമ്മൾ പേടിച്ചിട്ട് കൊടുക്കുമെന്ന് ഓർത്തിരിക്കുകയാണ്, നമ്മളെന്തായാലും ഒരു ഭയമില്ല, ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുമ്പോൾ അവരും വലിയും അച്ഛ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഇവനെ പറഞ്ഞു വിട്ടോ, ഇവനെ പറഞ്ഞു വിടുന്നതിലും ഭേദം എൻ്റെ സുധിമോനെ പറഞ്ഞിട്ട് അവന് ഇച്ചിരി വിവരവേലുണ്ട്, അവൻ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ചെയ്തിട്ട് വന്നത്, ഇവനെ പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാ, ഇവൻ കച്ചറ കാണിക്കാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരുന്നേ, അവൻ പോയിട്ട് കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം ഓക്കെ ആക്കിയിട്ടല്ലേ വന്നത്, കാണാം. അപ്പോൾ തന്നെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അവർ കാശ് തരണ്ടെന്ന് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞിട്ട്, കാശ് തരണ്ടെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ ഏതാണ്ട് ആ ഒരു രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ നോക്കാം, അവർ വേണമെങ്കിൽ 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷം ആക്കും, നീ ചെന്നിട്ട് പറഞ്ഞിട്ട് വന്ന ഡയലോഗിന് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിയെ ഇങ്ങനെ കളിയാക്കുകയാണേ. ശേഷം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എങ്കിൽ നമുക്ക് പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കാമായിരുന്നു, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണം, നമുക്ക് നോക്കാന്നേ, എങ്ങനെ ഈ കാര്യങ്ങളായി തീരും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസുകാർ വീട്ടിലേക്ക് വരണത്. അങ്ങനെ പോലീസുകാർ വരുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഇതാണോ ഗുണ്ട സച്ചിയുടെ വീട് എന്ന് ചോദിക്കുമ്പോൾ സച്ചി ഉടനെ പറയുന്നുണ്ട്, ഗുണ്ട സച്ചിയോ, ഞാൻ സച്ചിയാണ്, ഞാനൊരു ഡ്രൈവറാണ്. എന്താ സർ, എന്താ പ്രശ്നം? നീ ഒരു ഡ്രൈവറാണല്ലേ, അപ്പോൾ ഡ്രൈവറിൻ്റെ കൂടെ ഗുണ്ടാപ്പണിയും ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല സർ, എന്താ പ്രശ്നം? നീ ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടിലുള്ളവരെ മൊത്തം തല്ലി ചതച്ചല്ലോ. ഞാനോ? ഇല്ല സർ എന്ന് പറയുമ്പോഴത്തേക്കിനും ആയിരിക്കും ആ വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. ആ സമയത്ത് ചന്ദ്രമതിയും അതുപോലെ സച്ചിയൊക്കെ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അവിടേക്കല്ലേ പോയിട്ട് വന്നത്, അപ്പോൾ അവരോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞിട്ട് നീ അവരെ തല്ലാൻ ഏർപ്പാടാക്കിയിട്ട് വന്നോ? ബെസ്റ്റ്, കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴത്തേനും പോലീസുകാരൻ പറഞ്ഞിട്ട്, അപ്പം നീ അവിടെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണേ, അപ്പം നിൻ്റെ കൂട്ടാളികൾ അവിടെ ചെന്ന് അവരെ അടിച്ചെന്നുള്ള കാര്യവും ശരി തന്നെയാണ്, അപ്പോൾ ജീപ്പിലേക്ക് കയറാം എന്ന് പറയാൻ കേട്ടോ. ഈ സംബന്ധിച്ച് സച്ചി പറയുന്നുണ്ട്, ഇല്ല ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരോട് പോയി ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അവരോട് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ, അല്ലാതെ ഞാൻ അടിച്ചോ പിടിച്ചോ ഒന്നുമല്ല, അവർക്ക് വേറെ ഏതെങ്കിലും ശത്രുക്കൾ കാണും, അവർ വല്ലതും ആയിരിക്കും, അല്ലാതെ ഞാനല്ല സർ എന്ന് പറയുമ്പോഴത്തേനും അവർ തന്നെയാണ് പറഞ്ഞത്, വന്ന ഗുണ്ടകൾ നിൻ്റെ പേരാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സച്ചി അറസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് ശ്രുതി ആകെ പമ്മി നിൽക്കുകയാണേ. ശ്രുതിക്ക് അറിയാമല്ലോ ആൻ്റണിയും കൂട്ടുകാരും ആയിരിക്കുന്നു, പക്ഷേ സച്ചിയുടെ പേരിൽ വെക്കുന്നത് ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ സച്ചിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയാണ് കേട്ടോ. പക്ഷേ രേവതിയൊക്കെ കരയുന്നുണ്ട്. രവീന്ദ്രനാണെങ്കിലും പറയുന്നുണ്ട്, സർ ഇവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ മോൻ അങ്ങനെ ഒരു ഗുണ്ട അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും പോലീസുകാർ സമ്മതിക്കുന്നില്ല കേട്ടോ. എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെ തന്നെ പറഞ്ഞത്, മക്കളുടെ തോന്നിയാസങ്ങളൊന്നും ആരും പുറത്ത് കാണിക്കാറില്ല എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് പരാതി തരുമ്പോൾ ഞങ്ങൾക്കത് അന്വേഷിക്കാതിരിക്കാനും ഇയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല സർ, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ സച്ചിയെ അറസ്റ്റ് ചെയ്യാണ്, ഇവനെ നന്നായിട്ടത് പെരുമാറുമ്പോൾ ഇവൻ മണി പോലെ കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ട് സച്ചിയെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ.